കേപ്പ് വേർഡ് കുഞ്ഞൻ ടീമാണെന്ന് പറഞ്ഞാൽ അത് കള്ളമായി പോകും. സ്പെയിനും യുറുഗ്വേക്കും അവിടെ തോൽപ്പിക്കാനായിട്ടില്ല. നോക്കൌട്ടിൽ അത്ര എളുപ്പമാകില്ല കാര്യങ്ങൾ. റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിന് ഇറങ്ങും മുമ്പ് ലയണൽ സ്കലോണിയുടെ ആദ്യ പ്രതികരണമായിരുന്നു ഇത്. ലോകകപ്പിന് ഫസ്റ്റ് വിസിൽ മുടങ്ങും മുമ്പ് വരെ ഇങ്ങനെയായിരുന്നില്ല കാര്യങ്ങൾ. പുതിയ ഫോർമാറ്റിൽ ടീമുകളുടെ എണ്ണം കൂട്ടുന്നത് രസം കൊല്ലിയാകുമെന്ന് വിമർശിച്ചവർ ഏറെയുണ്ട്. ഇത്തിരി കുഞ്ഞൻ രാജ്യങ്ങൾ പലതും വിശ്വവേദിയിലേക്ക് ടിക്കറ്റ് എടുത്തപ്പോൾ ദുരന്തങ്ങൾ പലതും ഈ മൈതാനങ്ങളിൽ അരങ്ങേറുമെന്ന് സകലരും നേരത്തെ തന്നെ വിധികെടുത്തി. എന്നാൽ അതല്ല പലരുടെ കാര്യത്തിലും സംഭവിച്ചത്. കേപ്പ് വേർഡയും കോങ്കോയും ഒക്കെ നോക്കൌട്ട് ടിക്കറ്റ് എടുത്തു. 5,30,000 മാത്രം ജനസംഖ്യയുള്ള കേപ്പ് വേർഡയുടെ ലോകപ്രവേശം നേരത്തെ തന്നെ ഫുട്ബോൾ സർക്കിളുകളിലെ ഹോട്ട് ടോപ്പിക് ആയിരുന്നു. ഗ്രൂപ്പ് റൗണ്ട് കടന്നതോടെ അവർ ആരാധകരെ ത്രില്ലടിപ്പിച്ചൊരു കഥ എഴുതി. ടൂർണമെന്റിൽ ഇതുവരെ ഒറ്റ ടീമിനും അവരെ പരാജയപ്പെടുത്താനായിട്ടില്ല. സ്പെയിനും യുറുഗ്വേയും സൗദി അറേബ്യയുമുള്ള ഗ്രൂപ്പ് എച്ചിലായിരുന്നു കേപ്പ് വേർഡ് എന്ന കാര്യം മറന്നു പോകരുത്. ആദ്യ മത്സരത്തിൽ ലോകകപ്പിലെ ഹോട്ട് ഫേവറേറ്റുകളായ സ്പെയിനെ സമനിലയിൽ തളച്ചവർ സകലരെയും ഞെട്ടിച്ചു. ലൂയിസ് ഡെലഫുവന്റെ അസ്വസ്ഥനായിരുന്നു. ബൊസീഞ്ഞയുടെ പൊളിയാക്കോട്ട അന്ന് ഫുട്ബോൾ ലോകത്തെ പ്രധാന ചർച്ചാ വിഷയമായി. പിന്നീട് യുറുഗ്വേക്കും സൗദിക്കുമൊന്നും ആ കോട്ട പൊളിക്കാനായില്ല. യുറുഗ്വേക്കെതിരെ പിന്നിലായ ശേഷം തിരിച്ചടിച്ചാണ് അവർ സമനില പിടിച്ചു വാങ്ങിയത്. ആ മത്സരത്തിൽ ആദ്യം മുന്നിലെത്തിയതും കേപ്പ് വേർഡ് തന്നെയായിരുന്നു. സൗദിയുടെ ഏറ്റ സമനിലയ്ക്ക് ശേഷം ഗ്രൗണ്ടിൽ ഒരു മൊബൈലും പിടിച്ച് സ്പെയിൻ യുറുഗ്വേ മത്സരം ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന കേപ്പ് വേർഡ് താരങ്ങളുടെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു. ആ മത്സരത്തിന്റെ ഫൈനൽ വിസിലാണ് കേപ്പ് വേർഡയുടെ നോക്കൌട്ട് ടിക്കറ്റ് ഉറപ്പിച്ചത്. അവർ ആ ചരിത്ര നിമിഷത്തെ മതിമറന്ന് ആഘോഷിച്ചു. റൗണ്ട് ഓഫ് 32 ചിത്രം തെളിഞ്ഞപ്പോൾ മുമ്പിൽ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന. കേപ്പ് വേർഡ് പ്രസിഡന്റ് ഹോസെ മരിയ നേവസ് കഴിഞ്ഞ ദിവസം പ്രവചിച്ചത് നോക്കൌട്ടിൽ അവർ അർജന്റീനയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തുമെന്നാണ്. തൻ്റെ ടീമിനെ കുറിച്ച് അയാളുടെ കോൺഫിഡൻസ് ആണത്. അത് ഇച്ചിരി ഓവറാണെങ്കിലും ആ ടീമിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആത്മവിശ്വാസം സന്നിവേശിക്കപ്പെട്ടിട്ടുണ്ട്. സോ സ്കലോണിയുടെ ആശങ്കയെ വില കുറച്ച് കാണാനാകില്ല. ലോകകപ്പിൽ പന്ത് തട്ടുന്ന ഒരു ടീമിനും ഇത്തിരി കുഞ്ഞന്മാർ എന്ന ടാഗ്ലൈൻ പതിച്ചു നൽകാനാകില്ലെന്ന് ബോധ്യപ്പെടുത്തുന്നു ഇതുവരെയുള്ള പോരാട്ടങ്ങൾ. കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിനെ പോലെ സൂപ്പർ താരങ്ങളെ കുത്തുനിറച്ചൊരു സംഘത്തെ അവസാന മിനിറ്റ് വരെ മുൾമുനയിൽ നിർത്തിയ ശേഷമാണ് കോങ്കോ കീഴടങ്ങിയത്. കേപ്പ് വേർഡ് നോക്കൌട്ട് ടിക്കറ്റ് എടുത്തപ്പോൾ ഗ്രൂപ്പ് എച്ചിൽ നിന്ന് നാട്ടിലേക്ക് വണ്ടി കയറേണ്ടി വന്നത് യുറുഗ്വേക്കാണ്. ടു അസ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അർജന്റീനയെ നേരിടുന്നതിന് മുമ്പ് കേപ്പ് വേർഡ് പരിശീലകൻ ബുബിസ്റ്റിയുടെ ആദ്യ പ്രതികരണം ഇതായിരുന്നു: മത്സരഫലം എന്തോ ആയിക്കൊള്ളട്ടെ, ലോകകപ്പിൽ അർജന്റീനക്കെതിരെ കളിക്കാൻ കഴിയുക എന്നത് തന്നെ വലിയ കാര്യമാണ്, ബുബിസ്റ്റ പ്രതികരിച്ചു. സൗദിക്കെതിരായ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ചായ മിഡ്ഫീൽഡർ ഡിറോയ് ഡുവാട്ടയും അർജന്റീനയെ നേരിടുന്ന എക്സൈറ്റ്മെന്റിലാണ്. താൻ ഏതോ സ്വപ്നത്തിലാണെന്നാണ് റൗണ്ട് ഓഫ് 32 ചിത്രം തെളിഞ്ഞതോടെ അദ്ദേഹം പ്രതികരിച്ചത്. 54.5 മില്യൺ യൂറോയാണ് കേപ്പ് വേർഡ് ഫുട്ബോൾ ടീമിന്റെ മൊത്തം മാർക്കറ്റ് വാല്യൂ. ഏതാണ്ട് 436 കോടിയോളം രൂപ വരും ഇത്. അർജന്റീനയുടെ മൊത്തം മാർക്കറ്റ് വാല്യൂ ആകട്ടെ 807.5 മില്യൺ യൂറോയും, ഏതാണ്ട് 7,200 കോടി രൂപ. ഹൂലിയൻ അൽവാരസിന്റെ മാത്രം മാർക്കറ്റ് വാല്യൂ എടുത്താൽ മൊത്തം കേപ്പ് വേർഡ് ടീമിനേക്കാൾ ഇരട്ടിയോളം വരുന്നത്. സോ ലോക ഫുട്ബോളിലെ വമ്പൻ ക്ലബ്ബുകൾക്ക് വേണ്ടി പന്ത് തട്ടുന്ന ഒരുപിടി സൂപ്പർ താരങ്ങളെ കൊണ്ട് നിറഞ്ഞ അർജന്റീനക്ക് നിലവിലെ ഫോമിൽ കേപ്പ് വേർഡ് ഒരു എതിരാളി പോലുമല്ല. അതേസമയം സ്പെയിൻ കേപ്പ് വേർഡ് മത്സരത്തിന് മുമ്പും ഇരു ടീമുകളുടെയും മാർക്കറ്റ് വാല്യൂ ആരാധകർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു എന്ന കാര്യം മറന്നു പോകരുത്. ഗ്രൂപ്പ് റൗണ്ടിൽ കംപ്ലീറ്റ് ഡൊമിനൻസുമായാണ് അർജന്റീന നോക്കൌട്ട് ടിക്കറ്റ് എടുത്തത്. അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ച അവർ ഓസ്ട്രിയയെ എതിരില്ലാത്ത 2 ഗോളിന് തകർത്തു. അവസാന മത്സരത്തിൽ ജോർദാനെ 1-3 ഗോളുകൾക്കാണ് തകർത്തത്. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും ജയിച്ച 3 ടീമുകളാണ് ഈ ലോകകപ്പിലുള്ളത്: മെക്സിക്കോ, അർജന്റീന, ഫ്രാൻസ്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ കയ്യിലാണ് ഈ ലോകകപ്പിലും അർജന്റീൻ മുന്നേറ്റങ്ങളുടെ ബാറ്റൺ. 6 ഗോളുകളുമായി ഗോൾഡൻ ബൂട്ട് റേസിൽ ഒന്നാമതുണ്ട് ലിയോ. വിശ്വവേദികളെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരൻ ക്ലോസയുടെ ആ വലിയ റെക്കോർഡ് ലിയോ പൊളിച്ചിട്ട് ദിവസങ്ങൾ പിന്നിടുന്നേ ഉള്ളൂ. അർജന്റീന ഇതുവരെ 8 ഗോളുകളാണ് വലയിലാക്കിയത് എന്ന് കൂടി ഓർക്കണം. ലോകകപ്പ് അരങ്ങേറ്റത്തിൽ വലകുലുക്കിയ ജിയോവാനി ലോ സെൽസോയും ലൗതാരോ മാർട്ടിനസുമാണ് മറ്റ് സ്കോറർമാർ. ജോർദാനെതിരായ മത്സരത്തിൽ സെനസിയും ബാർക്കോയും ഒക്കെ അർജന്റീനക്കായി അരങ്ങേറ്റം കുറിച്ചു. ബാർക്കോയും നിക്കോപാസും അടക്കമുള്ള യുവതാരങ്ങൾ പ്രതീക്ഷ നൽകുന്ന പ്രകടനങ്ങളാണ് പുറത്തെടുത്തത്. ജോർദാനെതിരെ ഒട്ടാമെന്റിയും കളം നിറഞ്ഞു. എമി മാർട്ടിനസ് ഒറ്റ ഗോളാണ് ഇതുവരെ വഴങ്ങിയത്, 2 ക്ലീൻ ഷീറ്റുകൾ. എമി അധികം പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതാകും ശരി. 2019 കോപ്പ അമേരിക്ക സെമിയിൽ ബ്രസീലിനോട് പരാജയപ്പെട്ട ശേഷം ഇതുവരെ അർജന്റീന ഒറ്റ മേജർ ടൂർണമെന്റിൽ പോലും ഒരു നോക്കൌട്ട് മത്സരം തോറ്റിട്ടില്ല. കാരണം എന്താണെന്നോ? അതിനുശേഷം അവർ കളിച്ച ഒറ്റ മേജർ ടൂർണമെന്റിലും അവരല്ലാതെ മറ്റൊരാൾ കിരീടമണിഞ്ഞിട്ടില്ല. 2021 കോപ്പ അമേരിക്ക ഫൈനലിൽ ബ്രസീലിനെ തോൽപ്പിച്ചാണ് കിരീടം ചൂടിയത്. ഖത്തർ ലോകകപ്പിൽ മിശിഹ വിഷൻ ജയിച്ചു.
2024 കോപ്പ അമേരിക്ക കിരീടവും ലയണൽ സ്കലോണി അർജന്റീൻ മണ്ണിലെത്തിച്ചു. അതിനിടെ ഫൈനലിസ്റ്റ് കിരീടം കൂടി ചൂടുന്നുണ്ട്. 7 വർഷത്തോളമായി മേജർ ടൂർണമെന്റുകളിലെ നോക്കൌട്ടിൽ അർജന്റീന തുടരുന്ന ഈ അൺബീറ്റൻ റൺ അവസാനിപ്പിക്കാൻ പോന്ന കാര്യത്ത് കേപ്പ് വെർഡെ കൊണ്ടോ ഇല്ലെന്ന് തന്നെ കരുതണം. ഇക്കുറി ലോകകപ്പിൽ അരങ്ങേറ്റം കുറിച്ച 4 ടീമുകളിൽ ഒരു ടീം മാത്രമാണ് നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. അത് കേപ്പ് വെർഡെയാണ്. കുറസാവോയും ജോർദാനും ഉസ്ബെക്കിസ്ഥാനും പുറത്തായി. കേപ്പ് വെർഡെയാണെങ്കിൽ ഒറ്റ ടീമിനോട് പോലും തോറ്റിട്ടില്ല. അതേസമയം നോക്കൌട്ട് സ്റ്റേജിലേക്ക് പ്രവേശിച്ച ടീമുകളിൽ ഏറ്റവും കുറവ് ഗോൾ സ്കോർ ചെയ്ത ടീം കേപ്പ് വെർഡെയാണ്. അർജന്റീനയെ പോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും മികച്ചു നിൽക്കുന്ന ഒരു ടീമിനോട് സ്പെയിനോട് ചെയ്തതുപോലെ പ്രതിരോധം തന്നെയായിരിക്കും കേപ്പ് വെർഡെയുടെ സുപ്രധാന വെപ്പൺ. ഗോൾ മുഖത്ത് ഒരു വൻമതിലായി ഒസീഞ്ഞയുണ്ടാകും. അത്ഭുതങ്ങൾ ആവർത്തിക്കുമോ കേപ്പ് വെർഡെ? കാത്തിരുന്നു കാണാം.